പ്രതിപക്ഷ പ്രതിഷേധത്തിനിടെ തൊഴിലുറപ്പ് നിയമങ്ങളിലെ നിർണായക മാറ്റങ്ങളുമായി വരുന്ന വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് ആജീവിക മിഷൻ ബിൽ പാർലമെന്റ് പാസാക്കി. എന്തായിരുന്നു തൊഴിലുറപ്പ് പദ്ധതി? ഗ്രാമപ്രദേശങ്ങളിലെ ദാരിദ്ര്യം കുറയ്ക്കുന്നതിനും സുരക്ഷിതമായ ഉപജീവന മാർഗം ഉറപ്പു നൽകുന്നതിനുമായി 2005 ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ നേതൃത്വത്തിലുള്ള ഒന്നാം UPA സർക്കാർ കൊണ്ടുവന്ന നിയമമായിരുന്നു മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി ആക്ട് അഥവാ മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതി. ഇത് കേവലം ഒരു പദ്ധതി മാത്രമായിരുന്നില്ല, മറിച്ച് ഓരോ ഇന്ത്യൻ പൗരനും തൊഴിൽ ഉറപ്പു നൽകുന്ന ഒരു നിയമം കൂടിയായിരുന്നു. പദ്ധതി പ്രകാരം ഒരു വ്യക്തി തനിക്ക് ജോലി വേണമെന്നാവശ്യപ്പെട്ട് പഞ്ചായത്തിൽ ഒരു അപേക്ഷ നൽകിയാൽ 15 ദിവസത്തിനുള്ളിൽ ജോലി നൽകാൻ സർക്കാർ കടപ്പെട്ടിരുന്നു. ഇനി അതിന് സാധിച്ചിരുന്നില്ലെങ്കിൽ തൊഴിലില്ലായ്മ വേതനം നൽകാനും സർക്കാർ ബാധ്യസ്ഥരായിരുന്നു. The right to work, Mahatma Gandhi Narega became a reality. 369 രൂപയാണ് നിലവിലെ വേതനമായി പ്രതിദിനം ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൽ 90% കേന്ദ്രവും 10% സംസ്ഥാന സർക്കാരുകളുമായിരുന്നു നൽകി വന്നുകൊണ്ടിരുന്നത്. എന്തൊക്കെയാണ് പുതിയ മാറ്റങ്ങൾ? ഒന്നാമത്തെ മാറ്റം പേര് തന്നെയാണ്. മഹാത്മാഗാന്ധിയുടെ പേര് മാറ്റി പകരം വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് ആജീവിക മിഷൻ എന്നാണ് പുതിയ പദ്ധതിയുടെ പേര്. 100 എന്നുള്ള പ്രവൃത്തി ദിവസം 125 വരെയായി ഉയർത്താമെന്നുള്ളതാണ് ഒരു പ്രധാന മാറ്റം. നിലവിലെ ജോലികളിൽ നിന്ന് വിഭിന്നമായി ആസ്തി വികസന പദ്ധതികളിലേക്ക് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. ബയോമെട്രിക് സംവിധാനങ്ങൾ ഉൾപ്പെടുത്തുന്നു. വിളവെടുപ്പ് കാലങ്ങളിൽ 60 ദിവസം വരെ പദ്ധതി ഫ്രീസ് ചെയ്ത് വെക്കാം എന്നുള്ളതും ഒരു പ്രധാന മാറ്റമാണ്. എന്തുകൊണ്ടാണ് പ്രതിപക്ഷം ഇതിനെ എതിർക്കുന്നത്? ഒന്നാമത്തെ കാരണം ഫണ്ട് തന്നെയാണ്. നിലവിലെ 90-10 അനുപാതം മാറ്റി പുതിയ നിയമപ്രകാരം 60% കേന്ദ്രവും 40% സംസ്ഥാന സർക്കാരുകളും ഈടാക്കണം. ഇത് കേരളം പോലുള്ള സംസ്ഥാനങ്ങളിലെ കൂടുതൽ കടക്കണിയിലേക്ക് കൊണ്ടെത്തി. വിളവെടുപ്പ് കാലത്ത് 60 ദിവസത്തേക്ക് വരെ പദ്ധതി നിർത്തിവെച്ചേക്കാം എന്നുള്ള വ്യവസ്ഥ ഒരു കുടുംബത്തിന് 15,000 മുതൽ 18,000 രൂപ വരെ വരുമാന നഷ്ടം ഉണ്ടാക്കിയേക്കാം. നിലവിൽ പഞ്ചായത്തുകൾ ഗ്രാമസഭ കൂടിച്ചേർന്ന് അവിടുത്തെ പ്രാദേശിക വിഷയങ്ങൾ ചർച്ച ചെയ്തായിരുന്നു ജോലി നിശ്ചയിച്ചിരുന്നത്. എന്നാൽ പുതിയ പദ്ധതി പ്രകാരം കേന്ദ്രം നിർദ്ദേശിച്ചിട്ടുള്ള സ്ഥലങ്ങളിൽ മാത്രമേ ജോലി ചെയ്യാൻ പാടുള്ളൂ. ഇത് ഒരു ശരിയായ മാർഗമല്ലെന്ന് പ്രതിപക്ഷം വിമർശിക്കുന്നു. ഗാന്ധി വിഭാവനം ചെയ്തിട്ടുള്ള ഗ്രാമസ്വരാജ് എന്ന ആശയത്തെ അടിസ്ഥാനമാക്കി ആരംഭിച്ച പദ്ധതിയായിരുന്നു മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതി. പദ്ധതിയിൽ നിന്ന് ഗാന്ധിയുടെ പേര് മാറ്റുന്നത് വഴി പദ്ധതിയെ തന്നെയാണ് കേന്ദ്ര സർക്കാർ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നതെന്നും പ്രതിപക്ഷം പറയുന്നു. എന്താണ് പുതിയ പദ്ധതിയെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം?